ഹലോ മുത്തുമണികളെ, നമ്മൾ ഇന്ന് ഡീപ്പ് റിയാക്ഷന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് കടക്കുകയാണ്. ഞാൻ ഇന്നൊരു പ്രണയ സുരഭില സുന്ദരമായ കഥ കഥ കേട്ടിട്ട് എന്റെ കണ്ണീന്ന് കണ്ണീരഴിഞ്ഞുപോയി. അപ്പൊ ഞാൻ വിചാരിച്ച്, അപ്പോഴാണ് ആ കഥ ഇങ്ങനെ കേട്ടപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം ഓർമ്മിച്ചത്. അപ്പൊ അത് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം എന്നാഗ്രഹിച്ചും കൊണ്ട് വന്നതാണ്. ഓക്കെ, അതായത് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, എനിക്കൊന്ന് കഴിഞ്ഞ ചെറിയ പെരുന്നാളിനാണോ വലിയ പെരുന്നാളിനാണോ എന്ന് എനിക്ക് നന്നായിട്ട് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല. ഒരു പെരുന്നാളിന്റെ സമയത്ത്, പെരുന്നാൾ അടുക്കുന്ന ആ ഒരു സമയത്ത് നമ്മുടെ അൽ ഉഡായിപ്പുമ്മ, ഒരുപാട് ആളുകൾക്ക് ഭയങ്കര സംശയമാണ്. അവരെന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. നാട്ടുകാരെ കബളിപ്പിച്ചു എന്നൊരു തെറ്റല്ലാതെ മറ്റൊരു തെറ്റും അവർ ചെയ്തിട്ടില്ല. അപ്പം പിന്നെ നമ്മൾ അത് എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അതിനെക്കുറിച്ച് ഇങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കണ്ടേ? അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വിഷയമായിട്ട് വന്നത്. അതായത് നമ്മുടെ അല്ലുടായിപ്പുമ്മ ഏതോ ഒരു പെരുന്നാളിൻ്റെയൊക്കെ അടുപ്പിച്ച് അവരുടെ മാതാപിതാക്കളെ രംഗത്തോട്ട് കൊണ്ടുവന്ന്, പിന്നെ ഉപ്പാക്ക് വയ്യ, ഉപ്പാക്ക് തിന്നാന് പറ്റുന്നില്ല, ഉപ്പാക്ക് കുടിക്കാൻ പറ്റണില്ല കേട്ടോ, ഉപ്പാന്റെ വയറ് കണ്ടോ, നീരടിച്ച് കുന്തം വിഴുങ്ങിയിരിക്കുന്ന കണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? അപ്പൊ അതായത് ആ ഒരു സമയം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ഇവര് ഭയങ്കര പാവമായിട്ട് അഭിനയിച്ച്, പാവം ഉമ്മ. ഞാൻ ഇവർക്ക് ഇട്ടിരുന്ന പേര് തന്നെ എന്താണ്? പാവപ്പെട്ട ഉമ്മ എന്നാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ, ഇത്രയും പാവമായിട്ടുള്ള ഒരു സ്ത്രീ ഈ ലോകത്തില്ല. അമ്മാതിരി ഉടായ്പ പിടിച്ച ഒരു അഭിനയമായിരുന്നു അവർ കാഴ്ചവെച്ചുകൊണ്ടിരുന്നത്. മക്കളെന്ന് പറഞ്ഞാല് മക്കൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന, മൂന്നാമത്തെ ഭർത്താവിനെ നെഞ്ചിലും ഹൃദയത്തിന്റെ അടിത്തട്ടിലും അവര് ചെയ്ത തെറ്റെന്താണ് എന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ഈ ഒരു കാലഘട്ടത്തിൽ ഇവരുടെ ഉപ്പാന്റെ അസുഖം പറഞ്ഞ് ഇവര് വീഡിയോ ചെയ്ത ആ ഒരു സമയം, ആ ഒരു നോമ്പിന്റെ ഒക്കെ ഒരു അടുത്തായിട്ടാണ് ഇവര് ഈ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പൊ ഉപ്പാനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ തന്നെ ഇവർ ഒരുപാട് ഷോർട്സ് ഒക്കെ ഇടുന്നുണ്ട്. അതായത് ഇവരുടെ മൂന്നാമത്തെ ഭർത്താവിനെ ഇവർക്ക് മറക്കാൻ പറ്റുന്നില്ല. ഇവർക്ക് അത്രയും ഇവര് ആ സമയത്തൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റപ്പെടലിന്റെ വേദനയും ഈ വിരഹത്തിന്റെ നോവും ഈ മൂന്നാമത്തെ ഭർത്താവിന്റെ ഓർമ്മകളിൽ അലിഞ്ഞു ചേർന്ന് എമാതിരി അഭിനയങ്ങളായിരുന്നു, കണ്ണീരും കയ്യുമായിട്ട്. അപ്പൊ ഇങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇത് സത്യമാണ് എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. പക്ഷെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എനിക്കറിയാം, ഒരിക്കലും നമുക്ക് നമ്മളുടെ ഭർത്താവിൻ്റെ അടുത്ത് നമുക്ക് അതിയായ ഇഷ്ടമോ സ്നേഹമോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളത് നാട്ടുകാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാനൊന്നും നിൽക്കൂല. ഭർത്താവും ഭാര്യയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അത് പവിത്രമായതാണ്. ഒരുപാട് ആളുകൾ ഈ ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലാണ് ഈ സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടാകുന്നത്. അപ്പൊ ഇതിനെ ഭയങ്കര വൾഗറായിട്ടൊക്കെ ഇങ്ങനെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഭയങ്കര വൾഗറായിട്ട്, അതായത് ആ ലിംഗത്തിനെയും സ്ത്രീയുടെ ഗുഹ്യസ്ഥാനങ്ങളെയും ഇവരുടെ സ്നേഹപ്രകടനങ്ങളെയും ഒക്കെ വളരെ മോശമായിട്ട് സംസാരിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പല ആൾക്കാരും അങ്ങനെ സംസാരിക്കുന്നതും പല ആൾക്കാർ കമന്റ് ഇടുന്നതും ഒക്കെ കേട്ടിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഭാര്യ ഭർത്താക്കന്മാര് തമ്മിലുള്ള ബന്ധം, ഈ ഒരു റിലേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഭയങ്കര പ്രഷ്യസ് ആയിട്ടുള്ളത് കൊണ്ടായിരിക്കാം നമ്മൾ മറ്റാളുകളിൽ നിന്നും അത് തന്നെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. അവരും അവരുടെ ഇണകളുമായിട്ടും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് സ്വാഭാവികമല്ലേ? സൊസൈറ്റി പല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പം ആ ഒരു രീതിയിൽ നമ്മളിങ്ങനെ ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് ഇവര് ഭയങ്കരമായിട്ട് ഇവരുടെ ഭർത്താവിന്റെ വിരഹവും ഒക്കെ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്.
അപ്പോഴാണ് ഈ ഉപ്പാന്റെ വയ്യായികയും ഇവർ കാണിക്കുന്നത്. ഉപ്പാക്ക് നാളെ ആശുപത്രിയിൽ പോകണം, ആശുപത്രിയിൽ ഉപ്പ അഡ്മിറ്റ് ആകാൻ വേണ്ടിയിട്ട് പോവുകയാണ്, എനിക്ക് ഉപ്പയല്ലാതെ മറ്റൊരാളുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്നത്. അപ്പൊ ഇവരുടെ ഈ ഒരു അഭിനയത്തില് ഒരുപാട് ആളുകൾ വീണിട്ടുണ്ട്. ഇവർക്ക് ഒരുപാട് പേര് പൈസ അയച്ചു കൊടുക്കാറുമുണ്ട്. പാവം കരുതി, ഈ മക്കളുടെ ദാരിദ്ര്യം കരുതിയും ഇവരിതുപോലെ ഉപ്പാന് വയ്യ, ഉപ്പാക്ക് ഭയങ്കര വേദനയാണ്, ഉപ്പാക്ക് സർജറിയാണ് എന്നൊക്കെ പറഞ്ഞു ഇവര് വീഡിയോ ചെയ്യുന്ന സമയത്തും ഒരുപാട് പേര് ഇവർക്ക് പൈസ അയച്ചു കൊടുക്കുകയാണ്. ഈ ഉപ്പാന്റെ സർജറിക്ക് വേണ്ടിയിട്ട് ആളുകൾ ഇവർക്ക് പൈസ അയച്ചു കൊടുക്കുകയാണ്. അപ്പൊ എല്ലാ ആൾക്കാരും വന്നിട്ട് പറയും തെളിവ് എവിടെ എന്ന് ചോദിക്കും. അവര് എന്നെ പറഞ്ഞിട്ടുണ്ടടേ, അവർക്ക് നാട്ടുകാർ പല കാര്യങ്ങൾക്കായിട്ട് പൈസ അയച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ എല്ലാ കാര്യത്തിനും പൈസ അയച്ചു കൊടുക്കുന്ന ജനങ്ങള് സ്വന്തം ഉപ്പ ആശുപത്രി പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അവർക്ക് സർജറി ആണ് എന്ന് പറയുമ്പോൾ പൈസ അയച്ചു കൊടുക്കൂലേ? അപ്പൊ ഉപ്പാന്റെ സർജറിക്കും ആളുകൾ പൈസ അയച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പ ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി 2ാമത്തെ ദിവസം പുള്ളിക്കാരി ഈ പിരിഞ്ഞു കിട്ടിയ പൈസയും കൊണ്ട് ഉപ്പാനെ കാണാൻ ആശുപത്രിയിലല്ല പോയത്. ഈ സർജറിക്ക് ശേഷം സർജറിക്ക് എന്തെങ്കിലും സഹായം ഈ നജില ചെയ്തിട്ടുണ്ടോ എന്ന് ഞാൻ അവരുടെ ഉമ്മാനോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് 1 രൂപ പോലും ഞങ്ങൾക്ക് തന്നിട്ടില്ല മോളെ, എൻ്റെ ഗൾഫിൽ നിൽക്കുന്ന മോനും ഈ മോനുമാണ് സഹായിച്ചത്. അന്ന് സർജറിക്ക് സഹായിച്ചത് എൻ്റെ 2 ആൺമക്കളാണ്, 1 രൂപ പോലും ഇവൾ എനിക്ക് തന്നിട്ടില്ല എന്ന് ഇവളുടെ കൂടെ നിന്നോണ്ട് തന്നെ ആ ഉമ്മ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് കള്ളായിരിക്കാൻ വേണ്ടിയിട്ട് വഴിയില്ല. അപ്പം ആ ഉപ്പാക്ക് ആ പൈസ കൊടുക്കാതെ ഈ ഉപ്പാനെ കാണിച്ചുകൊണ്ട് പിരിച്ചെടുത്ത പൈസ അപ്പൊ പറയും, പിരിച്ചത് നീ കണ്ടോ, അവർക്ക് മറ്റാൾക്കാർ കൊടുത്തത് നീ കണ്ടോ എന്ന് ചോദിക്കും. എടാ, ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. ഈ ദാരിദ്ര്യങ്ങൾ പറയുന്ന സമയത്താണ് ജനങ്ങൾ പൈസ കൊടുക്കുന്ന. ഒരുപാട് പേര് റീതിങ്ക് ചെയ്തത് തന്നെ ഞാൻ പറഞ്ഞതിന് ശേഷമാണ്. അപ്പൊ ഈ കാര്യവും ജനങ്ങൾ അറിയണം. ഉപ്പാക്ക് സർജറിക്ക് എന്ന് പറഞ്ഞും കൊണ്ട് കൊടുത്ത പൈസയും കൊണ്ട് പുള്ളിക്കാരി ആരെ കാണാനാണ് പോകുന്നത്? ഈ തലേന്ന് കൂടി ഈ പുള്ളിക്കാരി ഈ കാമുകനെ കാണാനായിട്ട്, അതായത് മറ്റൊരു സ്ത്രീയുടെ ഭർത്താവിനെ കാണാനായിട്ട് പുള്ളിക്കാരി ആലുവയിലേക്ക് പോകുന്നുണ്ട്. ഇവിടുന്ന് കൊല്ലത്ത് നിന്ന് എറണാകുളം വരെ ഉള്ള ദൂരം എന്ന് പറയുന്നത് 4-5 മണിക്കൂർ എങ്ങാണ്ട് റണ്ണ് ഉണ്ട്. പുള്ളിക്കാരി ഉപ്പാനെ ആശുപത്രി കാണാൻ വേണ്ടിയിട്ട് പോവാതെ പുള്ളിക്കാരി എറണാകുളത്ത് പോയി പുള്ളിക്കാരനെ കണ്ടു. ലവ് സ്റ്റോറി, എമ്മാതിരി ലവ് സ്റ്റോറി എന്നറിയാമോ? ആ ലവ് സ്റ്റോറി കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ കണ്ണീരും പിന്നെ കുറച്ച് രക്തമൊക്കെ കൂടിയൊക്കെ വരും. ഈ സമയത്ത് മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന, മക്കൾക്ക് വേണ്ടി ത്യാഗസമ്പന്നയായി ജീവിക്കുന്ന ഈ സ്ത്രീ മക്കളെ ആരെങ്കിലും കൂട്ടിക്കൊണ്ടു പോയായിരുന്നു? എവിടെ? ഇവരുടെ ഉമ്മയാണ് ആ കുട്ടികളെ നോക്കുന്നത്. ആ ഉമ്മ ഉപ്പാന്റെ കൂടെ ആശുപത്രിയിലാണ്. ആ മക്കളെ ഇവരുടെ സഹോദരന്റെ ഭാര്യ ഏൽപ്പിച്ചിട്ട് പുള്ളിക്കാരി അങ്ങ് പോയി ആലുവയിൽ പ്രണയ സാഫല്യത്തിന് വേണ്ടിയിട്ട്. ഇതിന്റെ തലേന്ന് വരെ മറക്കാൻ പറ്റാത്ത 3ാമത്തെ കുട്ടിയുടെ ഉപ്പാന്റെ വീഡിയോ ഇവരിട്ടേക്കാണ്. അയ്യോ, വിരഹത്തിൻ വേദനയെ അറിയാൻ പ്രണയിക്കൂ ഒരു വട്ടം, എന്താ പറയാ. അങ്ങനെ പുള്ളിക്കാരി ആലുവയിൽ പോയി പുള്ളിക്കാരിയുടെ കാമുകനെ കണ്ടു, സെറ്റാക്കി, ഉറപ്പിച്ചു. പട്ടിണിയും ദാരിദ്ര്യവുമുള്ള ഇവർക്ക് അയാൾ വയറു നിറയെ ഭക്ഷണം വാങ്ങിച്ചു കൊടുത്തു. അവസാനം സ്വന്തം ഭാര്യയോട് കാണിക്കാത്ത കേറിഞ്ഞു വരെ ഈ പുള്ളിക്കാരിയോട് കാണിച്ച് അവിടെ നിന്ന് അറ്റം വരെ എത്തുന്നത് വരെ പുള്ളിക്കാരൻ വിളിച്ചു പുള്ളിക്കാരന് സമാധാനം ഉണ്ടായിരുന്നില്ല മക്കളെ. അപ്പോ മറ്റുള്ളവർ മക്കൾക്ക് വേണ്ടി അയച്ചു കൊടുക്കുന്ന പൈസ, മറ്റുള്ളവർ ഇവളുടെ ദാരിദ്ര്യത്തിന് വേണ്ടിയിട്ട് അയച്ചു കൊടുക്കുന്ന പൈസ, ഇതൊക്കെ പുള്ളിക്കാരിക്ക് തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുമ്പോൾ പുള്ളിക്കാരി എന്ത് ചെയ്ത് 4ാമത്തെ കെട്ടിന് തയ്യാറായി. 4 കെട്ടുന്നതൊന്നും ഒരു തെറ്റേ അല്ലടാ. ഒരിക്കലും 4 കെട്ടുന്നതോ 5 കെട്ടുന്നതോ 10 കെട്ടിയാലും, ഒരാൾ 10 അല്ല 15 കെട്ടിയാലും അതൊന്നും തെറ്റല്ല. പക്ഷേ ജനങ്ങളുടെ മുന്നില് ഭയങ്കര അയ്യോ, എനിക്ക് അങ്ങനെ ഒരു ഫ്രസ്ട്രേഷനൊന്നും എനിക്കില്ല. എനിക്ക് മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരാളാണ്. എനിക്ക് കല്യാണമൊന്നും കഴിക്കേണ്ട കാര്യമൊന്നും ഇല്ല. എനിക്ക് കല്യാണം വേണോ? വേണ്ട. ഞാൻ കല്യാണമൊന്നും കഴിക്കാൻ പോകുന്നില്ല. ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്നുണ്ട്.
ഞാൻ കല്യാണം കഴിക്കുന്നില്ല. മക്കളെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ജീവനാണ്. മക്കളുണ്ടായിട്ട് ആ മക്കളെ 3 പേരെയും പറക്കമുറ്റാത്ത മക്കളെ ഒറ്റയ്ക്ക് ഇവിടെ ഇട്ടിട്ട് പുള്ളിക്കാരി എവിടെ പോയി? ആലുവയിൽ പോയി. ഈ പുള്ളിക്കാരി ജോലിക്ക് പോകാൻ വയ്യ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ മക്കൾ കുഞ്ഞാണ്. എൻ്റെ ഒരു മോന് ഓട്ടിസം ഉണ്ട്, ഒരു മോന് പിന്നെന്താ ബിഹേവിയർ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റൂല. ഒരു ദിവസം രാവിലെ ഇവിടെ നിന്ന് ഇറങ്ങി അവര് തിരിച്ച് വീടെത്തുന്നത് രാത്രി 11:30. എന്താ ഒരു ഉമ്മ അല്ലേ? അപ്പൊ ഇതിങ്ങനെ കീറി മുറിച്ച് ഇതിനെ കുറിച്ച് വിശദീകരിക്കുമ്പോ ബീൻ ഫാമിലി ചെയ്യുന്നത് തെറ്റ്. ബീൻ ഫാമിലിക്ക് ആര് അധികാരം നൽകി? മറ്റൊരാളെ വിമർശിക്കാൻ വേണ്ടിയിട്ട്, ഒരാളിനെ നെജിലിയെ വിമർശിക്കാൻ വേണ്ടിയിട്ട് ബീൻ ഫാമിലിക്ക് അധികാരം നൽകിയത് ആര്? ബീൻ ഫാമിലിയെ ഞങ്ങൾ വിമർശിക്കും, പക്ഷെ ബീൻ ഫാമിലി ഇനി മുതൽ വായ തുറക്കാൻ പാടില്ല. വായ തുറന്നാൽ ഞങ്ങൾ എന്തു ചെയ്യുമെന്ന് അറിയാമോ? ഞങ്ങൾ അങ്ങോട്ട് നിങ്ങളുടെ മക്കളെ വിമർശിക്കും. നിങ്ങളുടെ മക്കളുടെ അവിഹിതം നോക്ക് സ്ത്രീയെ. നിങ്ങളുടെ മക്കൾ അവിഹിതം ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ ഉമ്മ അവിഹിതം ചെയ്യുന്നുണ്ടോ? നീ അവിഹിതം ചെയ്യുന്നുണ്ടോ എന്ന് നീ പോയി നോക്കടി എന്ന് പറഞ്ഞുകൊണ്ട് ബീൻ ഫാമിലിയുടെ തൊഴിലോട്ട് എങ്ങോട്ട് കയറും. അതിന്റെ കാരണം എന്താണ്? ബീൻ ഫാമിലി ഇതിനെ കീറി മുറിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്യുന്നു. അപ്പൊ ഈ ഒരു വീഡിയോ ശരിക്കും എനിക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കുന്നവളല്ല ബീൻ ഫാമിലി എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ ചെയ്തു. ഇനിയും ചെയ്യും. ഈ വിമർശിക്കാൻ വേണ്ടിയിട്ടുള്ള അധികാരം ആരുടെയും വീട്ടിന്റെ അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതുമല്ല വിമർശനം എന്ന് പറയുന്നത്. നിങ്ങളുടെയൊക്കെ മാത്രം കുത്തകയുമല്ല. വിമർശിക്കാൻ ആർക്കും അവകാശമുണ്ട്. ഒരു കാര്യത്തിനെ കുറിച്ച് അറിയാമെങ്കിൽ അതിനെക്കുറിച്ച് വിമർശിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇനിയും ഡീപ്പ് റിയാക്ഷനുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.